ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നലെ നമ്മുടെ ബിഗ് ബോസ് 18 സംപ്രേഷണം ആരംഭിച്ചിരിക്കുകയായിരുന്നു. ബിഗ് ബോസ് 18 മാത്രമല്ലായിരുന്നു, തമിഴ് ബിഗ് ബോസ് സീസൺ 8 ഇന്നലെ തന്നെയായിരുന്നു തുടങ്ങിയത്. ഓക്കെ, നമ്മുടെ ബിഗ് ബോസിൻ്റെ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ സൽമാൻ ഖാനെയാണ്. സൽമാൻ ഖാനാണ് നമ്മുടെ ഇത്രയും നാളായിട്ടും 15 വർഷമായിട്ടും ബിഗ് ബോസിൻ്റെ ഹോസ്റ്റാണ് സൽമാൻ ഖാൻ. സോ അത് കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് ഹൗസിൽ ബിഗ് ബോസ് നമ്മുടെ വീടൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും ബിഗ് ബോസിന് ഓരോ പുതിയ തീം കാണും. അതുപോലെ തന്നെയാണ് ഈ പ്രാവശ്യം ഒരു തീം കൊണ്ടുവന്നിരിക്കുന്നതെന്ന് വെച്ചാൽ കണ്ടസ്റ്റൻസിന് തങ്ങളുടെ പാസ്റ്റും ഫ്യൂച്ചറും എന്താണെന്ന് അറിയാൻ പറ്റുന്ന തരത്തിലാണ് ഈ പ്രാവശ്യത്തെ ഘടന വെച്ചിരിക്കുന്നത് അവർ ബിഗ് ബോസിൽ. പിന്നീട് ബിഗ് ബോസ് നമ്മുടെ സൽമാൻ ഖാനോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് 15 വർഷമായി അങ്ങ് ഈ ഷോയുടെ ഹോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടെന്നൊക്കെ പറഞ്ഞ് പിന്നീട് സാധാരണ പോലെ സൽമാൻ ഖാനും ബിഗ് ബോസും തമ്മിലുള്ള ചെറിയ നോക്ക് ജോക്സൊക്കെ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ ശേഷം നമ്മുടെ സൽമാൻ ഖാൻ നമ്മുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്ന ആദ്യ കണ്ടസ്റ്റൻസിനെ വിളിക്കുകയാണ്. ആദ്യ കണ്ടസ്റ്റൻ്റായിട്ട് സൽമാൻ ഖാൻ വിളിക്കുന്നത് ചാഹത്ത് ഒരു TV ആക്ട്രസ്സാണ്. ഒരുപാട് വലിയ ഷോസൊക്കെ ചെയ്ത് വിജയിച്ചിട്ടുള്ള ഒരു ആക്ട്രസ്സാണ്. അവരിപ്പോൾ ഒരു സീരിയലിൻ്റെ 1000 എപ്പിസോഡ് വരെ കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസിലേക്ക് വരാൻ വേണ്ടി അത് ഉപേക്ഷിച്ച് വന്നതാണ്. പിന്നീട് ചാഹത്തിനെ കണ്ട് ചാഹത്ത് സ്റ്റേജിൽ സൽമാൻ ഖാനോട് സംസാരിക്കുന്ന ടൈമിൽ ചാഹത്ത് പറയുന്നുണ്ട് അവർക്ക് ഏറ്റവും ഇഷ്ടം അവരുടെ അമ്മയാണ്, അമ്മയ്ക്ക് വേണ്ടിയാണ് അവരെല്ലാം ചെയ്യുന്നതെന്നും. പിന്നീട് ചാഹത്ത് പറയുന്നുണ്ട് എൻ്റെ ഷോയിൽ ഞാനുമായിട്ട് വഴക്കുണ്ടാക്കുന്നവരൊക്കെ ആ ഷോയിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുണ്ട് അവരൊക്കെ. അതുകൊണ്ട് സൽമാൻ ഖാൻ ചോദിക്കുന്നത് അതുകൊണ്ട് ഈ വീട്ടിലും അങ്ങനെ ആയിരിക്കുമോ? അപ്പോൾ സൽമാൻ ഖാൻ ചോദിക്കുന്നുണ്ട് ചാഹത്തുമായി വഴക്കുണ്ടാക്കുന്നവരെല്ലാം ഈ വീട്ടിൽ നിന്ന് പോകുമെന്നാണ് ചാഹത്ത് പറയുന്നതെന്നൊക്കെ പറയുമ്പോൾ ആ പെൺകുട്ടി ചിരിക്കുന്നുണ്ട്. ഇതിനുശേഷം സൽമാൻ ഖാൻ ചാഹത്തിനെ ബിഗ് ബോസ് വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. ശേഷം അടുത്ത 2-3 കണ്ടസ്റ്റൻ്റായിട്ട് സൽമാൻ ഖാൻ പുതിയ കണ്ടസ്റ്റൻസിനെ വിളിക്കുകയാണ്. അതിൽ ആദ്യം തന്നെ കാണിക്കുന്നത് ഷെഹസാദ ഒരു പോപ്പുലർ സീരിയലിലെ ആക്ടറായിരുന്നു. വളരെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. കാരണം ആ പ്രൊഡക്ഷനുമായിട്ട് എന്തോ കംപ്ലൈൻറ്റ് മൂലം അദ്ദേഹത്തിൻ്റെ സീരിയലിൻ്റെ പകുതി വെച്ച് തന്നെ പിരിച്ചുവിടുക എന്നുള്ളത് സോഷ്യൽ മീഡിയയിലേക്ക് ഒരു സമയത്ത് ഭയങ്കര ചർച്ചയായ കാര്യമാണ്. അതായത് സ്റ്റാർ പ്ലസിലെ ഒരു സീരിയലിലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം നടന്നത്. ഏതായാലും ഷെഹസാദ ഈ ബിഗ് ബോസ് ഹൗസിൽ ഒരു മെമ്പറായിട്ട് എത്തിയിട്ടുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അവിനാഷ് മിശ്ര എന്ന പയ്യനെയാണ്. അവിനാഷ് മിശ്ര നമ്മൾ നേരത്തെ പറഞ്ഞ ചഹത്തിൻ്റെ കോസ്റ്റാർ ആയിരുന്നു. അതായത് ഇരുവരും ഒരു സീരിയലിൽ ഹീറോയിനുമായിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. പിന്നീട് സൽമാൻ ഖാൻ ഇരുവരെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയും രണ്ടുപേരോടും സംസാരിക്കുകയും ചെയ്യുന്നു. ഷെഹസാദയോടുകൂടി എന്താണ് പ്രശ്നമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഷെഹസാദ ഒരുപാട് ആറ്റിറ്റ്യൂഡൊക്കെ ആ പയ്യൻ കാണിക്കുന്നുണ്ട്. വളർച്ചയെ തടയാൻ ആർക്കും പറ്റത്തില്ല. ഞാൻ എൻ്റെ പേര് ഷെഹസാദ എന്ന് എൻ്റെ വീട്ടുകാർ വെറുതെ വെച്ചതൊന്നുമല്ല, അവർക്കറിയാം ഞാനൊരു ഷെഹസാദയാണെന്ന്. ഷെഹസാദ എന്ന് വെച്ചാൽ വളരെ നല്ല രീതിയിലുള്ള ഒരു വ്യക്തി എന്നാണ് ആ മീനിങ്ങിൻ്റെ അർത്ഥം. അപ്പോൾ സൽമാൻ ഖാൻ ഷെഹസാദയുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയുന്നുണ്ട്. ആറ്റിറ്റ്യൂഡൊക്കെ നല്ലതാണ്, പക്ഷെ നല്ല ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം വെക്കേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ സൽമാൻ ഖാനോട് നല്ല രീതിയിൽ തന്നെ ആ പയ്യൻ പെരുമാറുന്നു. പിന്നീട് അവിനാഷ് മിശ്രയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് വളരെ പരിചയമുള്ളൊരു വ്യക്തി ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പിന്നീട് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കിടക്കുന്നത് കാണിക്കുന്നുണ്ട്. ഇവിടെ വെച്ച് നമ്മുടെ ചാഹത്തിനെ കാണിക്കുന്നുണ്ട്. ബിഗ് ബോസ് ചാഹത്തിന് ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ്. അതായത് കയ്യിൽ ഒരു ചാവി, ഈ ചാവി എന്ന് വെച്ചാൽ ജയിലിലേക്കുള്ള ചാവിയാണ്. ഈ ചാഹത്ത് ആ വീട്ടിൽ കയറിയതിന് ശേഷം ആദ്യമായിട്ട് ജയിലിൽ കിടക്കേണ്ട വ്യക്തി ചാഹത്തായിരിക്കും. പക്ഷേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ചാൻസ് ഉണ്ട്. അതായത് വീടിനുള്ളിൽ കയറിയതിന് ശേഷം ചഹത്ത് ഏതെങ്കിലും 2 പേരെ കൺവിൻസ് ചെയ്യണം. ആരെങ്കിലും ഒരാൾ അവൾക്ക് പകരമായി ജയിലിൽ കിടക്കുകയാണെങ്കിൽ അവൾക്ക് അതിന് നിന്ന് രക്ഷ നേടാം. ഇതൊക്കെ അവിനാഷും ഷെഹസാദയും നമ്മുടെ സൽമാൻ ഖാൻ്റെ മുമ്പിൽ വെച്ച് കാണുന്നുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം സൽമാൻ ഖാൻ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സൽമാൻ ഖാൻ അവിനാഷിനോട് ചോദിക്കുന്നുണ്ട് ഈ കുട്ടിയെ അറിയാമെന്ന് ചോദിച്ചപ്പോൾ അവിനാഷ് പറഞ്ഞു അതെ എൻ്റെ കോസ്റ്റാർ ആയിരുന്നു, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവിനാഷ് പറയും അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നം ഒന്നും ഉണ്ടായിട്ടില്ല, പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നെങ്കിലും അത് അവൾ കാരണം മാത്രമായിരിക്കും, കാരണം അവൾ എപ്പോഴും ഞാനാണ് നമ്പർ 1 അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന്. പിന്നീട് ഈ സൽമാൻ ഖാൻ ഇങ്ങനെ വേറൊരു കാര്യമായിട്ട് അവിനാഷിൻ്റെ അടുത്ത് ചോദിക്കും അവൾ കാരണം നീ ഈ ഷോയിൽ നിന്ന് നിന്നെ ഷോയിൽ നിന്ന് പറഞ്ഞു വിട്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിനാഷ് പറയും ഇല്ല അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞു. ഇതിനുശേഷം അദ്ദേഹം ഇവരെ 2 പേരെയും വീടിനുള്ളിലേക്ക് കടത്തി വിടുകയും വീടിനുള്ളിൽ ചെല്ലുന്ന അവിനാഷ് നമ്മുടെ ആ പെൺകുട്ടിയെ കാണുമ്പോൾ തന്നെ പരിചയത്തോടെ ഈ പാണ്ഡേജി, അതായത് അവളുടെ പേര് ചാഹത്ത് പാണ്ഡേ എന്നായിരുന്നു, അതുകൊണ്ട് തന്നെ പാണ്ഡേജി എന്ന് പറഞ്ഞ് പോയി സംസാരിക്കുന്നു. ഷെഹസാദയും പരിചയപ്പെടുന്നു.
ഓക്കെ, ഇതിനൊക്കെ ശേഷം പിന്നീട് സൽമാൻ ഖാൻ നമ്മുടെ ഹൗസിനുള്ളിലേക്ക് മൂന്നാമതായിട്ട് ഒരാളെ വിളിക്കുകയാണ്. അതായത് ശില്പ ഷിരോക്കർ. ശില്പ ഷിരോക്കർ എന്ന് പറയുന്നത് ഒരു കാലത്ത്, അതായത് നമ്മുടെ സൽമാൻ ഖാനൊക്കെ സിനിമയിൽ വരുന്ന സമയത്തുള്ള ഒരു ആക്ട്രസ് ആയിരുന്നു. 90s ആ സമയത്ത് ഒരു ആക്ട്രസ് ആയിരുന്നു. സൽമാൻ ഖാൻ്റെ ആ കാലഘട്ടത്തിൽ വന്നൊരു ആക്ട്രസ് ആയിരുന്നു. ഒരുപാട് പഴയ സിനിമയിലൊക്കെ അവർ അഭിനയിച്ചിട്ടുണ്ട്. സോ സൽമാൻ ഖാനുമായിട്ട് ഒരുപാട് പഴയ കാലത്ത് ഓർമ്മകൾ പങ്കുവയ്ക്കുകയും സ്റ്റേജിൽ വെച്ച് അവർ തമ്മിൽ കുറച്ച് നോക്ക് ജോക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ശില്പ ഷിരോക്കറെ ഹൗസിനുള്ളിലേക്ക് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് ബിഗ് ബോസ് ഹൗസിലേക്ക് സൽമാൻ ഖാൻ ഒരു കണ്ടസ്റ്റൻറ്റിനെ വിളിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് തജീന്ദർ സിംഗ്. അദ്ദേഹം ഒരു പൊളിറ്റീഷ്യനാണ്. അതായത് ആ സ്റ്റേജിൽ വന്നിട്ട് പറയുന്നുണ്ട്, തൻ്റെ 16-17 വയസ്സ് തൊട്ട് തന്നെ അദ്ദേഹം പൊളിറ്റിക്കൽ രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ദേശത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ജയിലിൽ കിടന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് സൽമാൻ ഖാനോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹവും ഹൗസിനുള്ളിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം സൽമാൻ ഖാൻ ഒരു കണ്ടസ്റ്റൻറ്റിനെ വിളിക്കും. ആ കണ്ടസ്റ്റൻറ്റിനെ നമുക്കൊക്കെ ഒരുപാട് അറിയാവുന്നതാണ്, കാരണം അവരൊരു തമിഴ്നാട്ടുകാരിയാണ്. ഒരുപാട് തമിഴ് സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ശ്രുതിക എന്നാണ് പറയുന്നത്. ഏതായാലും സൽമാൻ ഖാൻ്റെ മുമ്പിൽ വളരെ എക്സൈറ്റിംഗ് ആയിട്ടായിരുന്നു അവരെ കണ്ടത്. ഏത് കൊച്ചു കുട്ടികൾ പെരുമാറുന്നത് പോലെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സൽമാൻ ഖാൻ്റെ മുമ്പിൽ കാണുകയും സൽമാൻ ഖാൻ തൻ്റെ ഭയങ്കര ചൈൽഡ്ഹുഡ് ക്രഷാണ്, ചൈൽഡ്ഹുഡ് മുതലേ സൽമാൻ ഖാൻ്റെ വളരെ ആരാധികയാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ 4 സിനിമകൾ തമിഴിൽ ചെയ്തിട്ടുണ്ട്, 4 ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സൽമാൻ ഖാൻ ഇതിനൊക്കെ വളരെയധികം ചിരിക്കുന്നുണ്ട്. പിന്നീട് ഉടനെ തന്നെ സൽമാൻ ഖാൻ അടുത്ത കണ്ടസ്റ്റൻറ്റിനെ വിളിക്കുന്നു. അതായിരുന്നു നൈറ ബാനർജി. നൈറ ബാനർജി ഒരുപാട് കളേഴ്സിലൊക്കെ തന്നെ ഒരുപാട് ഷോസ് ചെയ്തിട്ടുണ്ട്. ഖത്തറോങ്കെ കില്ലാടി എന്ന് പറയുന്ന ഷോയൊക്കെ ചെയ്തിട്ടുണ്ട്. സോ അവർ വന്ന ഉടനെ പറയുന്നുണ്ട്, ഈ പരിപാടിക്ക് ഞാനായിരിക്കും വിജയി ആവാൻ പോകുന്നത്, കാരണം ഞാൻ ഭയങ്കര ഹെഡ് സ്ട്രോങ് ആയിട്ട് വളരെ ഒപ്പീനിയേറ്റഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. സോ എനിക്ക് വിന്നർ ആവാൻ പറ്റുമെന്ന് പറയുന്നു. സൽമാൻ ഖാൻ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്തതിന് 3 പേരെയും ഷോയിലേക്ക് കടത്തി വിടുകയാണ്. പിന്നീട് വീട്ടിൽ ചെന്ന് ഇവരെല്ലാവരും പരിചയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇതിനൊക്കെ ശേഷമാണ് സൽമാൻ ഖാൻ നമ്മുടെ ഹൗസിലേക്ക് ഒരു പുതിയ കണ്ടസ്റ്റൻറ്റിനെ വിളിക്കുന്നത്. അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാവുന്നതാണ്, കാരണം ഇപ്പോൾ കഴിഞ്ഞ ഖത്തറോങ്കെ കില്ലാടിയുടെ വിന്നറായ കരൺവീർ മെഹ്റയായിരുന്നു ആ അതിഥി. അദ്ദേഹത്തിനോട് ഒരുപാട് നേരം സൽമാൻ ഖാൻ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇത്രേ വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം വീണ്ടും ഈ ഒരു ഷോയ്ക്ക് വന്നത്. ഒരുപാട് വർഷത്തെ ടെലിവിഷൻ ഫീൽഡിൽ അഭിനയിച്ചതിനൊക്കെ ശേഷം വീണ്ടും ഈ ഷോയിലേക്ക് വന്നത്. മാത്രം പേഴ്സണൽ ലൈഫിനെ കുറിച്ചൊക്കെ സൽമാൻ ഖാൻ ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വിവാഹ ബന്ധവുമൊക്കെ മോശമായി പോയതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നീട് രജത് ദലാൽ എന്നൊരു വ്യക്തിയെ വിളിക്കുന്നു. രജത് ദലാൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി 16ഓളം മെഡലുകൾ നേടിയൊരു വ്യക്തിയാണ്. പക്ഷേ ആ സമയത്തൊന്നും അദ്ദേഹത്തെ ആരും അറിഞ്ഞിരുന്നില്ല. എന്നാൽ എന്തൊക്കെയോ വിവാദങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ വന്നപ്പോൾ എല്ലാവരും അദ്ദേഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി. ഇത് സൽമാൻ ഖാൻ ചോദിക്കുകയും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നു, പക്ഷേ എൻ്റെ ഭാഗത്ത് മാത്രമല്ല തെറ്റ്, എതിർഭാഗത്തും ഉണ്ടായിരുന്നു. പിന്നീട് എൻ്റെ നേട്ടങ്ങളുണ്ടായ സമയത്ത് ആരുമില്ലായിരുന്നു. ഇപ്പോൾ എനിക്കൊരു മോശം സമയം വന്നപ്പോൾ എല്ലാവരും എന്നെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. ഏതായാലും വിവാദങ്ങൾ ഉണ്ടാകുന്ന വ്യക്തികളെയാണല്ലോ ബിഗ് ബോസിലേക്ക് വിളിക്കുന്നത്. സോ അദ്ദേഹത്തെ ബിഗ് ബോസ് ഹൗസിലേക്ക് വിട്ടു. പിന്നീട് അതിനുശേഷം ഹൗസിനുള്ളിൽ വന്ന വ്യക്തികളാണ് അഫ്രീൻ ഖാനും അദ്ദേഹത്തിൻ്റെ പത്നിയായ സാറ അഫ്രീൻ ഖാനും. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഭൂമിയും ഹൃത്തിക് റോഷനും വീഡിയോ കോൾ വഴി വന്നിരുന്നു. പറയുന്നു, അദ്ദേഹം ഒരു മൈൻഡ് റീഡർ, അതോ സൈക്യാട്രിസ്റ്റ് അല്ല, പക്ഷേ ഒരു മനുഷ്യൻ്റെ മനസ്സ് മനസ്സിലാക്കാം, അങ്ങനെ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഒരുപാട് ഹെൽപ്പ് ആകുമെന്നൊക്കെയാണ് പറയുന്നത്. സോ സൽമാൻ ഖാനുമായിട്ട് കുറച്ചേറെ സമയം സ്റ്റേജിൽ ചിലവഴിച്ചതിന് ശേഷം അവർ ഹൗസിൻ്റെ ഉള്ളിലേക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞ് സൽമാൻ ഖാൻ പറയുന്നുണ്ട്, എല്ലാ സീസണിലും കേട്ട് വരുന്ന ഒരു കാര്യമാണ് കളേഴ്സ് ഫേസിലൂടെ ഭയങ്കര ബയാസ്ഡ് ആയിട്ടായിരിക്കും സീസൺ കാണിക്കുന്നത്. സോ നിങ്ങൾ ഇത്രയും നേരമായിട്ട് ആലോചിച്ചില്ലേ ഇതുവരെ എന്താ ഒരു കളേഴ്സ് ഫേസ് വരാഞ്ഞെന്ന്? ഇപ്പോൾ വരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ കളേഴ്സിൽ തന്നെ സിർഫ് തും എന്ന് പറയുന്ന ഒരു സീരിയലിൽ നായിക അഭിനയിച്ച് ഇഷ സിംഗ് അവരെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. ഈ സ്റ്റേജിലെത്തി ഇഷ പറയുന്നത് ഇങ്ങനെയാണ്, സൽമാൻ ഖാൻ എന്നോട് കളേഴ്സ് വളരെ മോശമായിട്ടാണ് ഇപ്പോൾ പെരുമാറിയത്, കാരണം എന്നെ കോൾ ചെയ്തിട്ട് പറഞ്ഞ് ഈ ഷോ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയും എനിക്ക് പറ്റില്ലാന്ന്, പക്ഷേ കളേഴ്സ് എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്, പിന്നീട് എൻ്റെ അമ്മയെ വിളിച്ച് കൺവിൻസ് ചെയ്താണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേന്നൊക്കെ സൽമാൻ ഖാൻ്റെ അടുത്ത് ഇഷ പറയുന്നു. ദെൻ അത് കഴിഞ്ഞ് നമ്മുടെ മഹാരാഷ്ട്രയിൽ നിന്ന് വളരെ ഫേമസ് ആയ ഏതൊരു വക്കീലിനെ സൽമാൻ ഖാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയും ഒരുപാട് നേരം സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ സംസാര രീതിയൊക്കെ ഒരു വലിച്ചു നീട്ടി ഒരുപാട് സംസാരിക്കുന്ന തരത്തിലായിരുന്നു. സോ അതൊക്കെ കേട്ടിട്ട് തന്നെ നമ്മുടെ സൽമാൻ ഖാൻ സ്റ്റേജിൽ നിന്ന് വളരെയധികം ചിരിയൊക്കെ വരുന്നുണ്ടായിരുന്നു. ദെൻ ഇവരെ രണ്ടുപേരെ സ്റ്റേജിലേക്ക് പറഞ്ഞു വിട്ടു. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നീടാണ് നമ്മൾ സൽമാൻ ഖാൻ വീണ്ടും ഒരു കണ്ടസ്റ്റൻറ്റിനെ കൂടി വിളിച്ചിരിക്കുന്നത്. അദ്ദേഹമായിരിക്കും ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പോപ്പുലറായൊരു വ്യക്തി. കാരണം നമ്മുടെ കുട്ടി
കുട്ടിക്കാലം മുതലേ കണ്ടുവരുന്ന ഒരു സീരിയൽ ആക്ടറായിരുന്നു അദ്ദേഹം. അതായത് വിവൈൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതായത് കുട്ടിക്കാലത്തേക്ക് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള മധുബാല എന്ന് പറയുന്ന സീരിയലിലെ നായകനായിരുന്നു. പിന്നീട് ശക്തി എന്ന സീരിയൽ അദ്ദേഹം കളേഴ്സിന് വേണ്ടി തന്നെയായിരുന്നു അദ്ദേഹം. പിന്നീട് സിർഫ് തുമ്മിലും അദ്ദേഹം തന്നെയായിരുന്നു നായകൻ. സോ അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. സ്റ്റേജിൽ വന്ന് ഒരുപാട് നേരം സംസാരിച്ചതിന് ശേഷം സൽമാൻ ഖാൻ ഒരുപാട് കളിയൊക്കെ ആക്കുന്നുണ്ട്. സൽമാൻ ഖാനുമായിട്ട് എന്തായാലും ഒരുപാട് നല്ലൊരു സൗഹൃദം അദ്ദേഹം ഇതിനു മുമ്പേ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് അവരുടെ സംസാര രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നീട് ശേഷം അദ്ദേഹം പറയും, ഇനി തൽക്കാലത്തേക്ക് വിവേൻ അവിടെ ഒരു സീറ്റുണ്ട്, ആ സീറ്റിലേക്ക് പോയി ഇരിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം വേറൊരു കണ്ടസ്റ്റൻറ്റിനെ വിളിക്കുകയാണ്. ആലീസ് എന്നാണ് ആ വ്യക്തിയുടെ പേര്. ആലീസിനോട് സംസാരിക്കുമ്പോൾ ആലീസ് പറയുന്നുണ്ട്, ഞാൻ ഈ ഷോ ജയിക്കാൻ വേണ്ടി തന്നെ വന്നതാണ്. പിന്നീട് സൽമാൻ ഖാൻ ആലീസിനെ കുറിച്ച് കുറച്ച് അറിയാമെന്ന് പറഞ്ഞൊരു വീഡിയോ കാണിക്കുന്നു. ആ വീഡിയോയിൽ ആലീസ് പറയുന്നുണ്ട്, തന്നെ ഏറ്റവും കൂടുതൽ അമ്മയെക്കാൾ ഏറ്റവും കൂടുതൽ അടുത്തിരുന്നത് തൻ്റെ അച്ഛനോടായിരുന്നു. എന്നാൽ അവൾക്ക് കുറച്ച് ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ അച്ഛൻ മരിച്ചു പോയി. പിന്നീട് അമ്മയായിരുന്നു. പക്ഷേ അമ്മയുടെ കല്യാണം വേറൊരെണ്ണം കഴിച്ചു. പക്ഷേ അമ്മ വൈകാതെ തന്നെ വേറൊരു കല്യാണം കഴിച്ചെങ്കിലും ഒരുപാട് താമസിക്കാതെ അമ്മയും തന്നെ വിട്ടുപോയി. സോ അച്ഛനും അമ്മയും ഇല്ലാതെ തനിക്ക് വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ഒറ്റയ്ക്കായി പോവും എപ്പോഴും. സോ ആ ഒരു ഇത് മറികടക്കാൻ വേണ്ടി എന്തായാലും എൻ്റെ ഈ ഷോയിൽ നിന്ന് ഞാൻ തിരിച്ചു പോകുമ്പോൾ എനിക്കൊരു നല്ലൊരു കുടുംബമായിട്ടായിരിക്കണം പോണേന്ന് ആഗ്രഹമുണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഇതെല്ലാം സൽമാൻ ഖാൻ കേട്ടിട്ട് അവരെ ഒരുപാട് ആശ്വസിപ്പിക്കുകയും പറഞ്ഞു, ഇത് കണ്ടിട്ട് ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു നീ ഈ ഷോ വിജയിക്കാൻ നിൻ്റെ ഒരു വിന്നർ ക്വാളിറ്റി ഉണ്ടെന്ന് പറയുന്നു. പിന്നീട് സൽമാൻ ഖാൻ നമ്മുടെ വിവയിനെയും ഈ പെൺകുട്ടിയെ ഒരുമിച്ച് നിർത്തിയിട്ട് രണ്ടുപേരുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറയും, ഇപ്പോൾ ഞാൻ പ്രഖ്യാപിക്കുകയാണ് ഈ ഗ്രാൻഡ് പ്രീമിയർ എപ്പിസോഡിൽ തന്നെ ഈ ഫിനാലെ എപ്പിസോഡിൽ ടോപ്പ് 2 കാണിക്കുകയാണെന്ന് പറഞ്ഞ് രണ്ടുപേരുടെയും കൈ പിടിക്കുന്നു. അപ്പോൾ രണ്ടുപേരിങ്ങനെ ഞെട്ടിയിട്ട് ഇതെന്തോ കൺഫ്യൂസ്ഡ് ആയിട്ട് സൽമാൻ ഖാനെ നോക്കുന്നുണ്ട്. അപ്പോൾ സൽമാൻ ഖാൻ പറയും, ഇത് ഇപ്പോഴത്തെ ഒരു തീമാണ് ഫ്യൂച്ചർ. അതായത് ഫ്യൂച്ചറിൽ ബിഗ് ബോസ് തന്നെ പറയുകയാണ് നിങ്ങൾ രണ്ടുപേരായിരിക്കും ഈ പരിപാടിയുടെ ടോപ്പ് 2 എന്ന്. എന്നാൽ ഇവരത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. പിന്നീട് സൽമാൻ ഖാൻ പറയുന്നു, പക്ഷേ ഇത് തന്നെയാണ് സത്യം. ബിഗ് ബോസ് പറയുന്നു ഫ്യൂച്ചറിൽ നിങ്ങൾ ഇതിൻ്റെ ടോപ്പ് 2 ആവും. പക്ഷേ അതിനെ മറികടക്കാനായിട്ട് ഒരുപാട് കണ്ടസ്റ്റൻസ് അതിക്കാണ്. മാത്രമല്ല നിങ്ങളിതിൽ പോരടിക്കേണ്ടത് ആരോട് കൂടിയായിരിക്കും? ജനങ്ങളോട് കൂടിയായിരിക്കണം. അവരുടെ വോട്ടിങ്ങിനെ മാറ്റരുത്. സോ അതുകൊണ്ട് നിങ്ങൾ ഈ ടോപ്പ് 2 നിലനിർത്താൻ വേണ്ടി നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെന്ന് പറയുന്നത്. സോ അവർ രണ്ടുപേരും സൽമാൻ ഖാനോട് ഒരു യാത്ര പറഞ്ഞ് ആ ഹൗസിലേക്ക് കയറുന്നു. ഹൗസ് എല്ലാം അവിടെ ഇരിക്കുമ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ്, ഇതാ ഈ വന്നിരിക്കുന്ന രണ്ടുപേരെ നിങ്ങളെല്ലാവരും ഒന്ന് സൂക്ഷിക്കുക എന്ന് ബിഗ് ബോസ് പറയുന്നു. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് കട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി എപ്പിസോഡ് നാളെ മുതലാണ് അറിയാൻ സാധിക്കുന്നത്. സോ നാളെ മുതൽ നമ്മുടെ എപ്പിസോഡ് തുടങ്ങാൻ പോവുകയാണ്. ബിഗ് ബോസ് 18 വളരെ പ്രത്യേകതകളോട് വളരെ വ്യത്യസ്തമായിട്ടൊരു തീമുമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് കണ്ടറിയും ഈ പരിപാടിയിൽ ആരായിരിക്കും വിന്നറാകാൻ പോണിയെന്ന്.